മഹാകവി പിയുടെ കവിതകൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ പ്രശസ്തിയും സ്വാധീനശക്തിയും ഇന്ന് ഉണ്ടെന്ന് കെ ജയകുമാർ IAS. മഹാകവി പി സ്മാരക ട്രസ്റ്റിന്റെയും കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മഹാകവി പി അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ വെച്ച് ഈ വർഷത്തെ പി സ്മാരക കവിത്വ പുരസ്കാര ജേതാവായ ദിവാകരൻ വിഷ്ണുമംഗലത്തിന് ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ കെ ജയകുമാർ IAS പുരസ്കാരവും മൊമന്റോയും നൽകി ആദരിക്കുകയും ഡോക്ടർ വിജയൻ ചാലോടിന്റെ ഉടഞ്ഞു ചിതറിയ നിലക്കടല ഭരണി എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. എന്നുള്ളതാണ് ആ നിത്യ വിസ്മയം എന്നൊക്കെ നമ്മുടെ കവിയെ വിവരിക്കുമ്പോൾ അതിനത് തന്ത്രലീനമായി നമ്മൾ വിട്ടുപോയിട്ട് 46 വർഷം കഴിഞ്ഞ ഒരു കവിയെ കുറിച്ച് ഇപ്പോഴും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മരണാനന്തരം 46 വർഷം സജീവനായി നിൽക്കുക, ഓരോ വർഷം കഴിയുന്നതോറും ആ സജീവിതത്വം, ആ സജീവത അല്ലെങ്കിൽ ആ ഒരു പ്രസക്തി വളർത്തിക്കൊണ്ടിരിക്കുക എന്നത് ഒരുപക്ഷെ ടി കുഞ്ഞിരാമൻ നായർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു അനുഗ്രഹമാണ്. എന്തുകൊണ്ടിങ്ങനെ എന്നൊരു ചോദ്യം മാത്രമേ ഞാനിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. എന്തുകൊണ്ട് പി അനന്യനും വ്യത്യസ്തരുമായി നിൽക്കുന്നു? എന്തുകൊണ്ടാണ് ഓരോ വർഷം കഴിയുമ്പോഴും ടി കുഞ്ഞിരാമൻ നായരുടെ കവിതയ്ക്ക് കൂടുതൽ വായനക്കാരും കൂടുതൽ ആരാധകരും കൂടുതൽ ഗവേഷകരും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ പ്രശസ്തരും സ്വാധീനശക്തിയുള്ളതുമായ ഒരു കവിയാണ് ഇത് ടി കുഞ്ഞിരാമൻ. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് പുസ്തകം സ്വീകരിച്ചു. OM ദിവാകരൻ പുസ്തക പരിചയം നടത്തി. അവാർഡ് ജേതാവ് ദിവാകരൻ വിഷ്ണുമംഗലം, കൂടാളി HS പ്രിൻസിപ്പൽ റീന ഭാസ്കർ, ഹെഡ്മാസ്റ്റർ KV മനോജ്, T ഉണ്ണികൃഷ്ണൻ, വിജയൻ ചാലോട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.